പ്രധാനപ്പെട്ടത്. ബലിയാണ് അതിലെ ഏറ്റവും വലുത്. ബലി കൊടുക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായത്. ഏറ്റവും ചെറിയ സൂറത്താകുന്ന ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ആ സൂറത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെച്ചതും അതാണ്. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നബിയെ താങ്കൾക്ക് ഞാൻ ചെയ്തു തന്നു. ഇന്നാ അഅ്തൈനാകൽ കൗസർ. നബിയെ താങ്കൾക്ക് നാം ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഹൗദുൽ കൗസർ നൽകിയിരിക്കുന്നു നബിയെ. അതുകൊണ്ട് ഫസ്വല്ലി താങ്കൾ ഈദുൽ അദ്ഹ നിസ്കരിക്കണം നബിയെ. വൻഹർ താങ്കൾ അറുക്കുകയും ചെയ്യണം. ചെറിയ സൂറത്തിൽ അല്ലാഹ് പറയാണ് ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു താങ്കൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്. എത്രയോ അനുഗ്രഹങ്ങളാണ്. ഹൗദുൽ കൗസർ കൊടുത്തു. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യതീമായി അനാഥനായി വളർന്ന് ഒരു നാട്ടിൽ നിന്ന് മാറ്റപ്പെട്ട് അല്ലെങ്കിൽ ആ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് ഹിജ്റ പോയി ഒരുപാട് വിഷമങ്ങളും ത്യാഗങ്ങളും ഒക്കെ സഹിച്ചു. ഒരുപാട് കല്ലേറുകൾ കൊണ്ടു, ഒരുപാട് അധിക്ഷേപങ്ങളേറ്റു. എല്ലാത്തിനും ശേഷം ഇന്നിതാ മക്കം ഫതഹ് വിജയമുണ്ടാവുകയാണ് അല്ലേ? വീണ്ടും അതാ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലേക്ക് തിരിച്ചു വരികയാണ്. കേവലം ഒരു ഹജ്ജിന് വേണ്ടി മാത്രമല്ല. അവിടെയാണ് മക്കം ഫതഹ് ഉണ്ടാകുന്നത്. അവിടെ വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മുഴുവൻ തമ്മാടിത്തരങ്ങളെയും കുഴിച്ചു മൂടിക്കൊണ്ട് ഇസ്ലാം എന്നൊരു ആദർശത്തെ ഉയർത്തിക്കൊണ്ടുവരികയും ആ ആദർശത്തിന്റെ വെണ്ണിക്കൊടി പാറിക്കാൻ വേണ്ടി കഅബാലയത്തിന്റെ മുകളിൽ മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു എന്ന് പറയുന്ന നീഗ്രോ ആയ മനുഷ്യനെ കയറ്റി നിർത്തിക്കൊണ്ട് ഇസ്ലാമിന്റെ വിജയക്കൊടിയുടെ ഏറ്റവും വലിയ സുക്തമാകുന്ന വചനമാകുന്ന പരിശുദ്ധമായ ബാങ്കൊലി മഹാനായ ബിലാൽ ഇബ്നു റബാഹിന്റെ ചെഞ്ചുണ്ടകളിൽ നിന്ന് അടർന്നു വീണപ്പോൾ അതാ മക്കക്കാര് മുഴുവൻ കേട്ടു നിന്നുകൊണ്ട് ഇതുവരെ ഈ മണലാരുണ്യത്തിന്റെ മക്കയുടെ മണലാരുണ്യത്തിൽ അടിച്ചമർത്തപ്പെട്ടവനും ഇസ്ലാം മതം സ്വീകരിച്ചതിന്റെ പേരിൽ ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ഈ ബിലാലിനെയാണോ ഇതിന്റെ മുകളിൽ കയറ്റിയിരിക്കുന്നത്? ഈ കറുത്ത വർഗക്കാരനെയാണോ ഈ കഅബാലയത്തിന്റെ മുകളിൽ കയറ്റിയിട്ട് ഇസ്ലാമിന്റെ വിജയത്തിന്റെ വെന്നിക്കൊടി പാറിക്കാൻ വാക്യം വിളിച്ചു പറയാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏൽപ്പിച്ചതെന്ന അത്ഭുതത്തോടെ അന്നത്തെ സമൂഹം നോക്കിയെങ്കിൽ ഒരുപാട് അടിച്ചമർത്തലുകൾക്ക് ശേഷം ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കിട്ടിയതായ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾക്ക് ഫസ്വല്ലി താങ്കൾ നിസ്കരിക്കുക നബിയെ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് ആ പെരുന്നാളിന് പുതിയ വസ്ത്രങ്ങൾ ധരിച്ചു വരുമ്പോൾ, ആ പെരുന്നാളിന് വേണ്ടി വരുമ്പോൾ നമ്മൾക്ക് ഉണ്ടാകേണ്ടത് ഒരുപാട് അനുഗ്രഹങ്ങൾ. ഒരുപാട് അനുഗ്രഹങ്ങൾ മുകളിലേക്കല്ല താഴേക്ക് നോക്കിയാൽ, നമ്മുടെ താഴെ തട്ടിലുള്ളവരിലേക്ക് നോക്കിയാൽ ഒരുപാട് അനുഗ്രഹങ്ങൾ. നമ്മളെന്നെ ആലോചിച്ച് നോക്കിയേ അല്ലേ? പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കിടന്നുറങ്ങിയവർ, അവർ ഒരു തീപിടുത്തമുണ്ടായപ്പോൾ കുടുംബത്തെയും മക്കളെയും ഒക്കെ ഓർത്ത് വെന്ത് മരിച്ചു പോയ ആ സഹോദരന്മാരെ നമ്മളൊന്ന് സ്മരിച്ചു നോക്കിയേ. ഒരുപാട് ആളുകൾ ഇതൊന്നും അറിയാതെ വേദനകൾ കൊണ്ട് ഹോസ്പിറ്റലുകൾ കഴിയുന്നവരുണ്ട്. അവരെ ഒന്ന് നമ്മളൊന്ന് സ്മരിച്ചു നോക്കിയേ. നമുക്കറിയാം, നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ മഹലിൽ നിന്നൊരു സഹോദരൻ, വേദന വളരെ പ്രയാസമാണ് അദ്ദേഹത്തെ നോക്കുമ്പോൾ. ഹജ്ജ് ചെയ്യാൻ, ഹജ്ജിന് പോകാൻ കഴിയുമെന്ന് ഉറപ്പുള്ള ഒരു സമയത്ത് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു പരീക്ഷണം അല്ലേ? ആ പരീക്ഷണത്തിന് വിധേയമായി അദ്ദേഹത്തിന് ഹജ്ജിന് പോകാൻ കഴിഞ്ഞില്ല. അള്ളാഹു അദ്ദേഹത്തിന് ഹജ്ജിന്റെ കൂലി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗത്തിന് പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഒരുപാട് പരീക്ഷണങ്ങൾ ജീവിതത്തിൽ ഇങ്ങനെ വരും. ആ പരീക്ഷണങ്ങളൊക്കെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം. നമുക്ക് സാമ്പത്തികമായി കടങ്ങൾ ഉണ്ടാകാം, പ്രയാസങ്ങൾ ഉണ്ടാകാം, കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകാം, മക്കളുടെ സ്വഭാവത്തിൽ പ്രശ്നം, വേദന ഉണ്ടാകാം. ഇങ്ങനെ ഓരോ കാര്യങ്ങളും അതിങ്ങനെ ഓർത്തുകൊണ്ടായിരിക്കണം പള്ളിയിലേക്ക് വരേണ്ടത്. സന്തോഷത്തിനപ്പുറം നമ്മൾ അനുഭവിക്കുന്ന ആ ത്യാഗങ്ങൾ മനസ്സിൽ ഓർത്തുകൊണ്ടായിരിക്കണം ഇവിടെ വന്നിട്ട് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞല്ലോ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞല്ലോ,
ഇബ്രാഹിമെ, നീയും ഇസ്മായിലാകുന്ന നിന്റെ മകനും ശുദ്ധീകരിക്കണം ബൈത്തിയ, എന്റെ ഈ ഭവനത്തെ, പരിശുദ്ധമായ കഅബാലയത്തെ ശുദ്ധീകരിക്കണമെന്ന് പറഞ്ഞു. എന്നതുപോലെ പള്ളിയിലേക്ക് വന്നുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ചുകൊണ്ട് നമ്മൾ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് 7 തക്ബീറുകൾ ഉയർത്തി ചൊല്ലുമ്പോൾ, ആ 7 തക്ബീറുകൾ ഉയർത്തി ചൊല്ലുമ്പോൾ ഇതൊക്കെ മനസ്സിലേക്ക് കടന്നു വരണം. കേവലം പെരുന്നാൾ നിസ്കരിക്കുക എന്ന ഉദ്ദേശത്തിലാകരുത് വരണം. അതിനപ്പുറം ഈ ത്യാഗങ്ങളെ കോർത്തുകൊണ്ട് ഈ ഓരോ തക്ബീറുകൾ ചൊല്ലുമ്പോഴും ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നിസ്കരിക്കാൻ പറഞ്ഞതുപോലെ മുഴുവൻ ഭാരങ്ങളും ഇറക്കി വെച്ച് അല്ലാഹ് ചെയ്തു തന്ന മുഴുവൻ അനുഗ്രഹങ്ങളെയും സ്മരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുകയാണ്. അതിനുശേഷമാണ് അല്ലാഹ് പറഞ്ഞത് വൻഹർ, താങ്കൾ അറുത്തു കൊടുക്കുകയും ചെയ്യുക. നബി ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറുത്തു കൊടുത്തു എന്ന 100ഓളം
അതുപോലെ തന്നെ അത് കഴിഞ്ഞാട്ടാണ് നമ്മൾ ഉദുഹിയ്യത്ത് എന്ന് പറയുന്നത്. ആ ഉദുഹിയ്യത്തിന്റെ കർമ്മത്തിലേക്ക് കടക്കുമ്പോൾ പോലും, ആ ഉദുഹിയ്യത്തിന് അല്ലെങ്കിൽ വലിയ വരുമ്പോൾ പോലും നമ്മൾ ആ ഒരർത്ഥത്തിൽ നമുക്ക് ആ ഒരു മനസ്സോടുകൂടെ ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടി, വലിയ പെരുന്നാളിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടി എന്നുള്ളതാണ്. അവർ സ്മരിക്കപ്പെടുവാനും അവർക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്നതിനു വേണ്ടിയാണ്. കാരണം എന്താ? ഒരുപാട് ചരിത്രങ്ങളും ഒരുപാട് ത്യാഗങ്ങളുടെയും കഥ പറയുന്ന ഒരു പെരുന്നാളാണ് ബലി പെരുന്നാൾ എന്ന് പറയുന്നത്. ബലിയർത്ത് കൊണ്ട ആ ത്യാഗത്തിന് ബലിയാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്, ബലിയാണ് അതിലെ ഏറ്റവും വലുത്. ബലി കൊടുക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായത്. ഏറ്റവും ചെറിയ സൂറത്താകുന്ന ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന സാനിഅക ഹുവൽ അബ്തർ, ആ സൂറത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെച്ചതും അതാണ്. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നബിയെ താങ്കൾക്ക് ഞാൻ ചെയ്തു തന്നു. ഇന്നാ അഅ്തൈനാകൽ കൗസർ, നബിയെ താങ്കൾക്ക് നാം ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഹൗദുൽ കൗസർ നൽകിയിരിക്കുന്നു നബിയെ. അതുകൊണ്ട് ഫസ്വല്ലി, താങ്കൾ ഈദുൽ അദ്ഹ നിസ്കരിക്കണം നബിയെ. വൻഹർ, താങ്കൾ അറുക്കുകയും ചെയ്യണം. ചെറിയ സൂറത്തിൽ അല്ലാഹ് പറയാണ് ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു താങ്കൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്. എത്രയോ അനുഗ്രഹങ്ങളാണ്. ഹൗദുൽ കൗസർ കൊടുത്തു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യതീമായി അനാഥനായി വളർന്ന് ഒരു നാട്ടിൽ നിന്ന് മാറ്റപ്പെട്ട് അല്ലെങ്കിൽ ആ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് ഹിജ്റ പോയി ഒരുപാട് വിഷമങ്ങളും ത്യാഗങ്ങളും ഒക്കെ സഹിച്ചു. ഒരുപാട് കല്ലേറുകൾ കൊണ്ടു, ഒരുപാട് അധിക്ഷേപങ്ങളേറ്റു. എല്ലാത്തിനും ശേഷം ഇന്നിതാ മക്കം ഫതഹ് വിജയമുണ്ടാവുകയാണ് അല്ലേ? വീണ്ടും അതാ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലേക്ക് തിരിച്ചു വരികയാണ്. കേവലം ഒരു ഹജ്ജിന് വേണ്ടി മാത്രമല്ല. അവിടെയാണ് മക്കം ഫതഹ് ഉണ്ടാകുന്നത്. അവിടെ വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മുഴുവൻ തമ്മാടിത്തരങ്ങളെയും കുഴിച്ചു മൂടിക്കൊണ്ട് ഇസ്ലാം എന്നൊരു ആദർശത്തെ ഉയർത്തിക്കൊണ്ടുവരികയും ആ ആദർശത്തിന്റെ വെണ്ണിക്കൊടി പാറിക്കാൻ വേണ്ടി കഅബാലയത്തിന്റെ മുകളിൽ മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു എന്ന് പറയുന്ന നീഗ്രോ ആയ മനുഷ്യനെ കയറ്റി നിർത്തിക്കൊണ്ട് ഇസ്ലാമിന്റെ വിജയക്കൊടിയുടെ ഏറ്റവും വലിയ സുക്തമാകുന്ന വചനമാകുന്ന പരിശുദ്ധമായ ബാങ്കൊലി മഹാനായ ബിലാൽ ഇബ്നു റബാഹിന്റെ ചെഞ്ചുണ്ടകളിൽ നിന്ന് അടർന്നു വീണപ്പോൾ അതാ മക്കക്കാര് മുഴുവൻ കേട്ടു നിന്നുകൊണ്ട് ഇതുവരെ ഈ മണലാരുണ്യത്തിന്റെ മക്കയുടെ മണലാരുണ്യത്തിൽ അടിച്ചമർത്തപ്പെട്ടവനും ഇസ്ലാം മതം സ്വീകരിച്ചതിന്റെ പേരിൽ ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ഈ ബിലാലിനെയാണോ ഇതിന്റെ മുകളിൽ കയറ്റിയിരിക്കുന്നത്? ഈ കറുത്ത വർഗക്കാരനെയാണോ ഈ കഅബാലയത്തിന്റെ മുകളിൽ കയറ്റിയിട്ട് ഇസ്ലാമിന്റെ വിജയത്തിന്റെ വെന്നിക്കൊടി പാറിക്കാൻ വാക്യം വിളിച്ചു പറയാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏൽപ്പിച്ചതെന്ന അത്ഭുതത്തോടെ അന്നത്തെ സമൂഹം നോക്കിയെങ്കിൽ ഒരുപാട് അടിച്ചമർത്തലുകൾക്ക് ശേഷം ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കിട്ടിയതായ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾക്ക് ഫസ്വല്ലി, താങ്കൾ നിസ്കരിക്കുക നബിയെ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതുകൊണ്ട് ആ പെരുന്നാളിന് പുതിയ വസ്ത്രങ്ങൾ ധരിച്ചു വരുമ്പോൾ, ആ പെരുന്നാളിന് വേണ്ടി വരുമ്പോൾ നമ്മൾക്ക് ഉണ്ടാകേണ്ടത് ഒരുപാട് അനുഗ്രഹങ്ങൾ. മുകളിലേക്കല്ല, താഴേക്ക് നോക്കിയാൽ, നമ്മുടെ താഴെ തട്ടിലുള്ളവരിലേക്ക് നോക്കിയാൽ ഒരുപാട് അനുഗ്രഹങ്ങൾ. നമ്മളെന്നെ ആലോചിച്ച് നോക്കിയേ അല്ലേ? പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കിടന്നുറങ്ങിയവർ, അവർ ഒരു തീപിടുത്തം ഉണ്ടായപ്പോൾ കുടുംബത്തെയും മക്കളെയും ഒക്കെ ഓർത്ത് വെന്ത് മരിച്ചു പോയ ആ സഹോദരന്മാരെ നമ്മളൊന്ന് സ്മരിച്ചു നോക്കിയേ. ഒരുപാട് ആളുകൾ ഇതൊന്നും അറിയാതെ വേദനകൾ കൊണ്ട് ഹോസ്പിറ്റലുകളിൽ കഴിയുന്നവരുണ്ട്. അവരെ ഒന്ന് നമ്മളൊന്ന് സ്മരിച്ചു നോക്കിയേ. നമുക്കറിയാം, നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ മഹലിൽ നിന്നൊരു സഹോദരൻ, വേദന വളരെ പ്രയാസമാണ് അദ്ദേഹത്തെ നോക്കുമ്പോൾ. ഹജ്ജ് ചെയ്യാൻ, ഹജ്ജിന് പോകാൻ കഴിയുമെന്ന് ഉറപ്പുള്ള ഒരു സമയത്ത് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു പരീക്ഷണം അല്ലേ? ആ പരീക്ഷണത്തിന് വിധേയമായി അദ്ദേഹത്തിന് ഹജ്ജിന് പോകാൻ കഴിഞ്ഞില്ല. അള്ളാഹു അദ്ദേഹത്തിന് ഹജ്ജിന്റെ കൂലി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന് പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഒരുപാട് പരീക്ഷണങ്ങൾ ജീവിതത്തിൽ ഇങ്ങനെ വരും. ആ പരീക്ഷണങ്ങളൊക്കെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം. നമുക്ക് സാമ്പത്തികമായി കടങ്ങൾ ഉണ്ടാകാം, പ്രയാസങ്ങൾ ഉണ്ടാകാം, കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകാം, മക്കളുടെ സ്വഭാവത്തിൽ പ്രശ്നം, വേദന ഉണ്ടാകാം. ഇങ്ങനെ ഓരോ
കാര്യങ്ങളും അതിങ്ങനെ ഓർത്തുകൊണ്ടായിരിക്കണം പള്ളിയിലേക്ക് വരേണ്ടത്. സന്തോഷത്തിനപ്പുറം നമ്മൾ അനുഭവിക്കുന്ന ആ ത്യാഗങ്ങൾ മനസ്സിൽ ഓർത്തുകൊണ്ടായിരിക്കണം ഇവിടെ വന്നിട്ട് അള്ളാഹുവിന്റെ മുമ്പിലേക്ക്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞല്ലോ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞല്ലോ, ഇബ്രാഹിമെ, നീയും ഇസ്മായിലാകുന്ന നിന്റെ മകനും ശുദ്ധീകരിക്കണം ബൈത്തിയ, എന്റെ ഈ ഭവനത്തെ, പരിശുദ്ധമായ കഅബാലയത്തെ ശുദ്ധീകരിക്കണമെന്ന് പറഞ്ഞു. എന്നതുപോലെ പള്ളിയിലേക്ക് വന്നുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ചുകൊണ്ട് നമ്മൾ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് 7 തക്ബീറുകൾ ഉയർത്തി ചൊല്ലുമ്പോൾ, ആ 7 തക്ബീറുകൾ ഉയർത്തി ചൊല്ലുമ്പോൾ ഇതൊക്കെ മനസ്സിലേക്ക് കടന്നു വരണം. കേവലം പെരുന്നാൾ നിസ്കരിക്കുക എന്ന ഉദ്ദേശത്തിലാകരുത് വരണം. അതിനപ്പുറം ഈ ത്യാഗങ്ങളെ കോർത്തുകൊണ്ട് ഈ ഓരോ തക്ബീറുകൾ ചൊല്ലുമ്പോഴും ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നിസ്കരിക്കാൻ പറഞ്ഞതുപോലെ മുഴുവൻ ഭാരങ്ങളും ഇറക്കി വെച്ച് അല്ലാഹ് ചെയ്തു തന്ന മുഴുവൻ അനുഗ്രഹങ്ങളെയും സ്മരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുകയാണ്. അതിനുശേഷമാണ് അല്ലാഹ് പറഞ്ഞത്, വൻഹർ, താങ്കൾ അറുത്തു കൊടുക്കുകയും ചെയ്യുക. നബി ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ